നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിലകൻ്റെ സുഹൃത്ത് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചു. അതും ഹൃദയം തുറന്ന്. നടൻ തിലകൻ തന്നോട് സംസാരിച്ചത് മുഴുവൻ സിനിമയിലെ ദുരനുഭവങ്ങളായിരുന്നുവെന്നാണ് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. താൻ എന്തു കുറ്റം ചെയ്തിട്ടാണ് തന്നെ ക്രൂശിക്കുന്നത് എന്ന് അദ്ദേഹം എപ്പോഴും ചോദിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടുപിന്നാലെ തിലകൻ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു. ഒപ്പം അമ്മയ്ക്കെതിരെയും മലയാള സിനിമയിലെ മാഫിയകൾക്കെതിരെയും ശക്തമായി തിലകൻ നടത്തിയ സംഭാഷണങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാണ്. ഇക്കഴിഞ്ഞ ദിവസം തിലകൻ്റെ മകൾ സോണിയ ഒരു പ്രമുഖ നടനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ ഇപ്പോൾ വിളിച്ചു പറയുന്നത്, അന്തസ്സുള്ളവരാണെങ്കിൽ അമ്മയും ഫെബ്കയും ഒക്കെ പിരിച്ചുവിടണം. കേരള സമൂഹത്തോട് അമ്മ മാപ്പ് പറയണം. ആ മഹാനടനോട് കാണിച്ച ക്രൂരതയ്ക്ക് എന്തുമാത്രം കഥാപാത്രങ്ങളാണ് മലയാളികൾക്ക് നഷ്ടമായത്. തന്നെ ക്രൂശിക്കുന്നവരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പേര് ഇടവേള ബാബു ആയിരുന്നുവെന്ന് തിലകൻ തന്നോട് പറഞ്ഞിരുന്നുവെന്നാണ് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറയുന്നത്. അവന് പണിയൊന്നുമില്ലാത്തതുകൊണ്ട് ഇടവേളയ്ക്ക് കയറുന്ന ബാബു എന്നാണ് തിലകൻ ഇടവേള ബാബുവിനെ അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ തിലകൻ്റെ മനസ്സിനെ ഏറെ വേദനിപ്പിച്ചത് കൂളിംഗ് ഗ്ലാസ് ഇടയ്ക്കിടെ മാറുന്ന ആ മഹാനടൻ മമ്മൂട്ടിയെ തന്നെയാണ് തിലകൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മമ്മൂട്ടി തിലകനെ ശത്രുവായി പ്രഖ്യാപിച്ചത്? പേര് പറയില്ല, കൂളിംഗ് ഗ്ലാസ് മാറുന്ന നടൻ എന്നായിരുന്നു തിലകൻ പറയുകയെന്നാണ് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറഞ്ഞത്. മമ്മൂട്ടി എന്ന നടൻ എങ്ങനെ തിലകൻ്റെ ശത്രുവായി? അമ്മയിലെ നേതാക്കൾക്കൊപ്പം എന്തുകൊണ്ട് മമ്മൂട്ടി ചേർന്നു? തിലകൻ എന്ന മഹാനടനെ അംഗീകരിക്കാൻ മമ്മൂട്ടിക്ക് പ്രയാസമായിരുന്നോ? എന്നാൽ രാധാകൃഷ്ണൻ ചിലതുകൂടി വെളിപ്പെടുത്തി. മമ്മൂട്ടി ഏറ്റവും ഒടുവിൽ തിലകനെ തൻ്റെ ഒരു പടത്തിലേക്ക് ക്ഷണിച്ചു. അത് ദുൽഖർ സൽമാനൊപ്പമുള്ള ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിലേക്കായിരുന്നു. ദുൽഖർ സൽമാനെ അഭിനയം പഠിപ്പിച്ചതുപോലും തിലകനാണ് എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. ആ മഹാനടൻ്റെ പക്കൽ നിന്നും മകൻ ആവുന്നത്ര പഠിച്ചെടുക്കട്ടെ എന്ന് മമ്മൂട്ടി കരുതിയിട്ടുണ്ടാവാം. മമ്മൂട്ടിയുടെ ക്രൂരതകൾ തന്നെയാണ് തിലകനെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് എന്ന് വ്യക്തം. എന്നാൽ തിലകൻ ഏറെ സ്നേഹിച്ചിരുന്ന മോഹൻലാൽ എന്തുകൊണ്ട് തിലകൻ്റെ ശത്രുവായി എന്ന് തിലകൻ എപ്പോഴും സംശയം കൂറുമായിരുന്നു. മലയാള സിനിമയുടെ താരസംഘടനയിലും ഫെബ്കയിലുമൊക്കെ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുവെന്ന് തന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, അതും പലവട്ടമെന്നാണ് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറയുന്നത്. ഫെബ്കയും അമ്മയുമൊക്കെ നിയന്ത്രിക്കുന്ന ഈ മാഫിയ സംഘത്തിൻ്റെ തലവനുണ്ട്. അയാൾ ഒരിക്കൽ അഴിയെണ്ണും എന്ന് തിലകൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ദിലീപിനെയാണ് തിലകൻ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തം. പിന്നീട് ദിലീപ് അഴിയെണ്ണുന്ന കാഴ്ച കേരളം കണ്ടു. മോഹൻലാലിന് എന്തുപറ്റി എന്നിടയ്ക്കിടെ ചോദിക്കുമായിരുന്നു തിലകൻ. ലാൽ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. ലാലും അവരുടെ കൂടെ നിന്നു എന്നതായിരുന്നു തിലകൻ്റെ ഏറ്റവും വലിയ സങ്കടം. എന്നാൽ മോഹൻലാൽ എന്ന നടന് തിലകനോട് മറ്റെന്തെങ്കിലും ഈഗോ ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്ഫടികം എന്ന ചിത്രത്തിൽ ചാക്കോ മാഷിൻ്റെ വേഷം അനശ്വരമാക്കിയിരുന്നു തിലകൻ. ആ ചാക്കോ മാഷിൻ്റെ വേഷം തിലകന് പകരം നെടുമുടി വേണുവിനെ ഏൽപ്പിച്ചുകൂടെ എന്ന് ഭദ്രനോട് മോഹൻലാൽ ചോദിച്ചു. എന്നാൽ തിലകനല്ലാതെ മറ്റൊരു നടനെ വെച്ച് ആ സിനിമ താൻ ചെയ്യില്ല എന്ന നിലപാടെടുത്തു ഭദ്രൻ. ഇതിനെ തുടർന്നാണ് തിലകൻ ആ വേഷം ലഭിച്ചത്. സ്ഫടികം എന്ന ചിത്രത്തിൽ മോഹൻലാലും തിലകനും മത്സരിച്ചഭിനയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സ്ഫടികത്തിലെ ചാക്കോ മാഷാണ് മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ പിറവിക്ക് പിന്നിൽ. മറ്റൊരു മോഹൻലാൽ ചിത്രമായ കിരീടത്തിൽ മോഹൻലാലും തിലകനും തമ്മിൽ മത്സരിച്ചഭിനയിക്കുന്ന നിരവധി അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. പലപ്പോഴും തന്നേക്കാൾ അഭിനയ മികവ് തിലകൻ പുറത്തെടുക്കുന്നുവോ എന്ന ഭയം മോഹൻലാലിനുണ്ടായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. ഇതുതന്നെയാണ് തിലകൻ ഒരിക്കൽ തൻ്റെ അഭിമുഖത്തിൽ തുറന്നടിച്ചതും. സ്ഫടികത്തിൽ തന്നെ മാറ്റി നെടുമുടി വേണുവിന് ആ വേഷം നൽകാൻ മോഹൻലാൽ ഭദ്രനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് തിലകൻ തന്നെയാണ് പിന്നീട് വ്യക്തമാക്കിയത്. അമ്മയുടെ മേലാളന്മാർക്കെതിരെ സിനിമയുടെ മാഫിയാവൽക്കരണത്തിനെതിരെ ശബ്ദിച്ച തിലകനെ പിന്നീട് നിശബ്ദനാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ മലയാള സിനിമാ ലോകം നടത്തി. അമ്മ തന്നെയാണ് ഇത്തരം ക്രൂരതകൾക്ക് മുൻകൈയെടുത്തത്. വിനയൻ്റെ സിനിമയിൽ അഭിനയിച്ചു എന്നതായിരുന്നു തിലകൻ്റെ പേരിൽ ചാർത്തപ്പെട്ട കുറ്റപത്രം. എന്നാൽ മോഹൻലാലിനെ അടക്കം വിമർശിച്ചതാണ് തിലകനെതിരെ അമ്മ നീങ്ങാനുള്ള കാരണം. അമ്മയ്ക്ക് വേണ്ടി കരുക്കൾ നീക്കിയത് ഇടവേള ബാബു. അമ്മയ്ക്കൊപ്പം ദിലീപും മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ ഒരുമിക്കുന്ന കാഴ്ച. തിലകൻ എന്ന മഹാനടനെ
മലയാളക്കരയ്ക്ക് നഷ്ടമാക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടന്നു എന്ന് വ്യക്തം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വലിയ ചർച്ചയായതിന് തൊട്ടുപിന്നാലെയാണ് മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ ചില പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ പുറത്തേക്ക് വന്നത്. അമ്മ വിലക്കിയ തിലകൻ പിന്നീട് സീരിയലുകളിൽ അഭിനയിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിന് തടയിട്ടത് അന്ന് ആത്മ പ്രസിഡൻ്റായിരുന്ന KB ഗണേഷ് കുമാർ. മാഫിയ സംഘത്തിൻ്റെ പ്രതിനിധിയാണ് ഗണേഷ് കുമാർ എന്ന സൂചനകളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത്. ഇപ്പോഴിതാ തിലകൻ്റെ മകൻ ഷമ്മി തിലകൻ അടിവരയിട്ട് പറയുന്നു, അന്ന് അച്ഛനെതിരെ കളിച്ചത് KB ഗണേഷ് കുമാറാണ്. പ്രമുഖ നടനെ ഇൻഡസ്ട്രിയിലെ 15 പേർ ചേർന്ന് ഒതുക്കി എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത്. തുടർന്ന് അദ്ദേഹത്തിന് സീരിയലുകളിൽ അഭിനയിക്കേണ്ടി വന്നു. എന്നാൽ ഇൻഡസ്ട്രിയിലെ മാഫിയ സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ സമയത്തെ ടെലിവിഷൻ താരസംഘടനയായ ആത്മയുടെ പ്രസിഡന്റ് ഒരു രാഷ്ട്രീയ താരമായിരുന്നു. വിലക്കു നേരിടേണ്ടി വന്ന നടൻ തൻ്റെ അച്ഛനാണ് എന്ന് ഷമ്മി തിലകൻ ഇന്നലെ തുറന്നു പറഞ്ഞു. റിപ്പോർട്ടിൽ പറയുന്ന ആത്മയുടെ പ്രസിഡന്റ് KB ഗണേഷ് കുമാറും അമ്മയുടെ മീറ്റിംഗിൽ ഒരു പ്രമുഖ താരം തിലകനെ ആക്ഷേപിക്കുകയും അദ്ദേഹത്തോട് ഒച്ചവെക്കുകയും ചെയ്തു. ഗുരുതരമായി ആശുപത്രിയിൽ കിടന്ന സമയത്ത് അതേ താരം അച്ഛനെ കാണാനെത്തിയിരുന്നു. ആശുപത്രിയിലെത്തിയപ്പോൾ തിലകൻ തൻ്റെ ബാപ്പയെപ്പോലെയാണ് എന്ന താരം പറഞ്ഞുവെന്നാണ് ഷമ്മി തിലകൻ ഇന്നലെ വെളിപ്പെടുത്തിയത്. തിലകനെ ദ്രോഹിക്കാൻ ഏറ്റവും മുന്നിൽ നിന്നത് ദിലീപ്, ഒപ്പം ചേർന്നത് മോഹൻലാലും മമ്മൂട്ടിയും. അമ്മയുടെ എല്ലാ കരുക്കളും നീക്കുന്ന ഇടവേള ബാബുവിൻ്റെ ആസൂത്രിത നീക്കങ്ങൾ. ഇതാണ് അന്ന് നടന്ന സത്യങ്ങൾ ഇപ്പോൾ എല്ലാം മറനീക്കി പുറത്തേക്ക് വരുന്നു. എന്നാൽ മമ്മൂട്ടി തൻ്റെ മകൻ്റെ കാര്യം വന്നപ്പോൾ എല്ലാവരെയും ചതിച്ചു. തിലകന് ഒരു മുഖ്യ വേഷം തന്നെയാണ് ഉസ്താദ് ഹോട്ടലിൽ മമ്മൂട്ടി നൽകിയത്. ദുൽഖർ സൽമാനെ കൃത്യമായി കേരളത്തിൽ അവതരിപ്പിക്കണമെങ്കിൽ തിലകൻ എന്ന മഹാനടൻ്റെ മാന്ത്രിക സ്പർശം വേണമെന്ന് മമ്മൂട്ടി കണക്കുകൂട്ടി. മലയാള സിനിമയുടെ താരസംഘടനയായ അമ്മ വിലക്കിയപ്പോൾ നാടകത്തിൽ അഭിനയിക്കാൻ തയ്യാറായ തിലകൻ പിന്നീട് നിരവധി അരങ്ങുകളിലെത്തി. നാടക കലാകാരനായ അമ്പലപ്പുഴ രാധാകൃഷ്ണനാണ് പിന്നീട് തിലകനെ അരങ്ങിലെത്തിച്ചത്. തിലകനെതിരെ സിനിമയിലെ മാഫിയ സംഘം നിലനിന്നിരുന്നു. മലയാള സിനിമയിലും അമ്മയിലുമൊക്കെ ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നു എന്ന തിലകൻ്റെ പ്രസ്താവന പിൻവലിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. തിലകൻ ചേട്ടൻ നാടകത്തിലേക്ക് വന്നപ്പോഴാണ് തനിക്ക് ഏറ്റവും അധികം ലാഭമുണ്ടായത് എന്ന് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറയുന്നു. 100 നാടകങ്ങൾ എനിക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു. 15.60 ലക്ഷം രൂപയുടെ ചെക്കാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത്. വലിയ സാമ്പത്തിക പ്രതിസന്ധി അദ്ദേഹം അനുഭവിക്കുന്ന കാലഘട്ടമായിരുന്നു അത്. വലിയ മാനസിക പീഡനമാണ് ആ മഹാനടൻ അനുഭവിച്ചത്. അവസാന കാലത്ത് അദ്ദേഹം എല്ലാ കാര്യങ്ങളും തന്നോട് തുറന്നു പറഞ്ഞു എന്ന് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറയുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മലയാള സിനിമയുടെ മുടിചൂടാ മന്നന്മാരായ മെഗാ സൂപ്പർ സ്റ്റാറുകൾക്ക് നേരെ ഇപ്പോൾ തിലകൻ്റെ ആത്മാവ് വിരൽ ചൂണ്ടുന്നു. അതുതന്നെയാണ് അമ്പലപ്പുഴ രാധാകൃഷ്ണനിലൂടെ ഇപ്പോൾ നമ്മൾ കാണുന്നതും. കൂളിംഗ് ഗ്ലാസ് മാറുന്ന നടൻ ഏറെ വേട്ടയാടി. എന്നാൽ മകൻ്റെ കാര്യം വന്നപ്പോൾ വിലക്കിയവർ തന്നെ ക്ഷണിച്ചുവെന്നാണ് തിലകൻ പറഞ്ഞത്. തിലകൻ പറഞ്ഞത് ഓരോന്നും ശരിയാണ് എന്ന് ഹേമ കമ്മിറ്റി അടിവരയിടുന്നു. വിനയനുമായുള്ള സൗഹൃദമാണ് തിലകന് ദോഷം ചെയ്തത്. അതാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറയുന്നു. ആ 15 ആളുകൾ ചെറിയ ആളുകളല്ല എന്നും അമ്പലപ്പുഴ രാധാകൃഷ്ണൻ്റെ വാക്കുകൾ. ഒരു നടൻ അയാളുടെ ശരീരത്തെയും ശബ്ദത്തെയും ഭാവചലനങ്ങളെയും ഒക്കെ വേർപെടുത്താനാവാത്ത വിധം ഒരു കഥാപാത്രത്തിലേക്ക് ലയിപ്പിക്കുക, ഇതത്ര നിസ്സാര കാര്യമല്ല. തിലകൻ എന്ന മഹാനടനെ മലയാളികൾ ഇന്നും നെഞ്ചേറ്റുന്നത് ഇത്തരം ചില കഥാപാത്രങ്ങളിലൂടെയാണ്. കിരീടത്തിലെ അച്യുതൻ നായരെ നമ്മൾ മറക്കില്ല. സ്ഫടികത്തിലെ ചാക്കോ മാഷിനെ മലയാളികൾ മരിക്കുവോളം മറക്കില്ല. നാടകാനുഭവങ്ങളിൽ നിന്ന് ലഭിച്ച ശിക്ഷണമായിരുന്നു തിലകനിലെ നടൻ്റെ ബലം. ജീവിതാനുഭവങ്ങൾ അദ്ദേഹം എന്ന വ്യക്തിയെ കൂടുതൽ രൂപപ്പെടുത്തി പരുവപ്പെടുത്തി. മിക്ക സിനിമകളിലും ഒരു തിലകൻ ടച്ച് പ്രകടമായിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ ഏറെ അടയാളപ്പെടുത്തേണ്ട ജീവിതത്തിലേക്ക് ഏറെ പകർത്തിയ ഒരു നടൻ തന്നെയായിരുന്നു തിലകൻ. ആ തിലകൻ്റെ വെളിപ്പെടുത്തലുകൾ ഇന്ന് കേരളക്കര ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് മോഹൻലാലും മമ്മൂട്ടിയും ഇടവേള ബാബുവും KB ഗണേഷ് കുമാറും ദിലീപുമൊക്കെ ഒരുമിച്ച് തിലകൻ എന്ന മഹാനടനെതിരെ പോരിന് വന്നത്? തൻ്റെ മൂർച്ചയേറിയ നിലപാടുകൾ തന്നെയാണ് പലർക്കും തിലകൻ എന്ന നടൻ അനഭിമതനാകാൻ കാരണം. രോഗങ്ങളും പ്രതിസന്ധികളുമൊക്കെ കടുത്തപ്പോൾ തിലകൻ എന്ന കഥാപാത്രത്തിൻ്റെയല്ല തിലകൻ എന്ന മനുഷ്യൻ്റെ ജീവിതം കഴിഞ്ഞുവെന്ന് ചിലർ ധരിച്ചു. എന്നാൽ അത്ഭുതകരമായി അദ്ദേഹം ജീവിതത്തിലേക്കും സിനിമയിലേക്കുമൊക്കെ തിരിച്ചു വന്ന കാഴ്ച.
തിലകൻ എന്ന നടനിലെ വിശ്വരൂപം വീണ്ടും വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയ കാലഘട്ടം. അതെ, ഇന്ത്യൻ റുപ്പിയിലെ അച്യുതമേനോനും ഉസ്താദ് ഹോട്ടലിലെ കരീബിക്കയും തിലകനിലെ ഏറ്റവും വേറിട്ട കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. ആ മരണം അനശ്വരമാക്കിയ ചില കഥാപാത്രങ്ങൾ ഇനിയെങ്കിലും കേരളത്തിൻ്റെ സൂപ്പർ മെഗാസ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ തുറന്നു പറയണം. എന്തായിരുന്നു നിങ്ങൾക്ക് തിലകനോടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം? ആ നിലപാടിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും സ്വാധീനമുണ്ടായിരുന്നോ? അതോ ഏതെങ്കിലും ഒരു മാഫിയ സംഘത്തിൻ്റെ വലയിൽ നിങ്ങൾ അകപ്പെട്ടിരുന്നോ? അത് പറയാനുള്ള ഉത്തരവാദിത്വം മലയാളത്തിൻ്റെ മഹാനടന്മാർക്ക് ഇപ്പോഴുണ്ട് എന്ന് തിരിച്ചറിയുക. തെറ്റുപറ്റിയെങ്കിൽ കേരളത്തിലെ പ്രേക്ഷകരോട് മാപ്പിരക്കുക. കാരണം ആ മഹാനടൻ്റെ ആത്മാവ് ഇപ്പോഴും വേദനയോടെ ഈ അന്തരീക്ഷത്തിലുണ്ട് എന്ന് തിരിച്ചറിയുക. അതിൻ്റെ തെളിവാർന്ന ചിത്രങ്ങളാണ് നമുക്ക് മുന്നിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.